ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു ഇറ്റാലിയൻ വേ. അതുപോലെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എവിടം വരെയായി? ഇവിടെയും ക്രിസ്മസ് ആഘോഷം എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇവിടെ ക്രിസ്മസ് ഈ പ്രാവശ്യം ഭയങ്കരമായിട്ട് മഞ്ഞ് വീഴ്ചയും മഴയും അതുപോലെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ വീഡിയോകളൊന്നും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അതേപോലെ ഇന്നിപ്പോൾ ന്യൂ ഇയർ വരുന്നു. ന്യൂ ഇയറിന് എങ്ങനെയാണെന്ന് അറിയില്ല. ഇന്നിപ്പോൾ 2 ദിവസമായിട്ട് അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയാണ്, കാരണം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 പേര് എന്നോട് ചോദിച്ചിരുന്നു, അത് നമ്മുടെ എന്താ പറയുക, ഇപ്പോഴും നമുക്ക് ഫ്ലൂസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ചില ഏജന്റുമാർ വരുന്ന ഫ്ലൂസിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഫെബ്രുവരി സമയമുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ നവംബറിൽ ഫ്ലൂസിക്ക് അപ്ലൈ ചെയ്തതിൽ കുറച്ച് പേർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അവർക്ക് അതിന് എന്താ പറയുക, അവരുടെ ഇതെല്ലാം കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് പോകാൻ പറ്റുന്ന സാഹചര്യത്തിൽ അവരുടെ ഒരു വേക്കൻസി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ആഡ് ചെയ്ത് തരാം എന്നെല്ലാം ഇതേപോലെ പറയുന്നു, ഏജന്റുമാർ പറയുന്നു. അതിന് വേണ്ടിയിട്ട് അവർ ഒരു ചെറിയൊരു എമൗണ്ട് ആദ്യം കൊടുക്കണം എന്നൊക്കെ പറയുന്നതിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നു. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലൂസിക്ക് തന്നിരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 1 മുതൽ നവംബർ 30 വരെയായിരുന്നു. അതിന് നമ്മൾ അപ്ലൈ ചെയ്യുക, അതായത് ഇവിടുത്തെ ഒരു എംപ്ലോയർ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു എംപ്ലോയർ അപ്ലൈ ചെയ്യുന്നത് രീതി എന്ന് പറയുന്നത് നമ്മളുടെ പാസ്പോർട്ട് വെച്ചിട്ടാണ് അവർ അപ്ലൈ ചെയ്യുന്നത്. കാരണം ഇന്ന ആളെ എൻ്റെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അല്ലാതെ അവിടെ ഒരാളുടെ പേര് എഴുതി കൊടുക്കുകയോ മറ്റു രീതികളോ അല്ല. നമ്മളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഒരു മാറ്റം എന്തായാലും പിന്നീടും വരുത്താൻ പറ്റില്ല. ആർക്ക് വേണ്ടി അപ്ലൈ ചെയ്തോ അത് അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ആളെ മാത്രമേ ആ എംപ്ലോയർക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതേപോലെ ഫെബ്രുവരി ഡേറ്റ് ഉണ്ട് എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഫ്ലൂസിയുടെ ഡേറ്റ് തന്നിരുന്നത് നവംബർ 1 മുതൽ നവംബർ 30 വരെയായിരുന്നു. ഇതിനകത്ത് ഇവിടെയുള്ള ഒരു എംപ്ലോയർ ആൾക്ക് ആരെയാണ് കൊണ്ടുവരേണ്ടത്, അയാളുടെ പാസ്പോർട്ടും പിന്നെ ഈ എംപ്ലോയറുടെ കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് അവിടെ അപ്ലൈ, അതായത് ഇന്ന പോലെ ഒരാളെ കൊണ്ടുവരാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഗവൺമെന്റിന്റെ വെബ്സൈറ്റിലേക്ക് നമ്മൾ അപ്ലൈ, അതായത് അതിന് അവിടെ സബ്മിറ്റ് ചെയ്യും. അതിനുശേഷം ഡിസംബർ ജനുവരി ഇതിനൊരു വെരിഫിക്കേഷൻ വെച്ചിട്ടുണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്. അവരതിന്റെ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞു. ഈ പറഞ്ഞ ആളെ കൊണ്ടുവരാം, ഇയാൾ അതിന് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ആൾക്കൊരു മെയിൽ വരും. ആ മെയിൽ കിട്ടിയാൽ മാത്രമാണ് ഫെബ്രുവരിയിൽ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ അത്യാവശ്യം കാര്യങ്ങൾക്കെല്ലാം ഉള്ള ഡേറ്റ് എന്ന് ഫെബ്രുവരി 7-ാം തീയതിയാണ്, രാവിലെ 9 മണിക്കാണ്. അതിനൊരു ക്ലിക്ക് ഡേ എന്നാ പറയുന്നത്. കാരണം നമ്മൾ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല, എല്ലാ രാജ്യക്കാർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒന്നാണ് ഫ്ലൂസി വിസ. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും, കാരണം ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതേപോലെ കുറച്ച് വേക്കൻസികളും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്ര ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ടൈം വെച്ചേക്കണം. അതുപോലെ ആ കറക്റ്റ് ടൈം ഫെബ്രുവരി 7-ാം തീയതി രാവിലെ 9 മണിക്ക് നമ്മൾ ഇതെല്ലാം അവിടെ സബ്മിറ്റ് ചെയ്യുക. അതിനു മുമ്പ് നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ എലിജിബിൾ ആണ് എന്നുള്ളൊരു മെയിൽ നമുക്ക് കിട്ടണം. എന്നാൽ മാത്രമേ ഇവിടെയുള്ള എംപ്ലോയർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ ഇതൊരിക്കലും ഫെബ്രുവരി ഡേറ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ കഴിഞ്ഞ, അതായത് നവംബറിൽ അപ്ലൈ ചെയ്ത ആൾക്കാർക്കുണ്ട്, അവരുടെ ഇതിനകത്ത് എന്താ പറയാ, അവർക്ക് ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ടോ അല്ലെങ്കിൽ മറ്റെല്ലാം പ്രശ്നം കണ്ടോ അവർക്ക് അതിൽ വരാൻ പറ്റില്ല. അപ്പൊ ആ വേക്കൻസിലേക്ക് നിങ്ങൾ ആഡ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞ ഏജന്റുമാർ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അതിന്റെ പുറകെ പോകരുത്, നിങ്ങളുടെ ക്യാഷ് നഷ്ടപ്പെടുള്ളൂ. അതേപോലെ അഡ്വാൻസ് പേയ്മെന്റ്, അതെല്ലാം ഏജന്റുമാരുടെ കാര്യമാണ്. ഞാൻ ഒരിക്കലും അതിനെപ്പറ്റി ഒന്നും പറയാനുള്ള ഇതില്ല. കാരണം ഇവിടെ നമുക്ക് അതായത് ഇവിടുത്തെ ഒരു എംപ്ലോയർ നമുക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതിന് വലിയൊരു എക്സ്പെൻസും കാര്യങ്ങളും ഇല്ല. അത് ഇവിടെ എത്തിയതിന് ശേഷമാണ് ഒരു എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. നമ്മുടെ അക്കോമഡേഷൻ നമുക്ക് ഇത് ചെയ്യണം, കോൺട്രാക്ട് വയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഫ്ലൂസി വിസയുടെ ഡേറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയുള്ളത് ക്ലിക്ക് ഡേ എന്ന് പറയുന്നൊരു ഡേറ്റ് ആണ്. അതൊരിക്കലും നമുക്ക് വിസ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് അല്ല. കാരണം ഓൾറെഡി നമ്മൾ നവംബറിൽ ഇത് സബ്മിറ്റ് ചെയ്ത എല്ലാ ഡോക്യുമെന്റ്സിന്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് നമുക്ക് മെയിൽ വന്ന് നമ്മൾ ഇതിന് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പങ്കെടുക്കാം. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്നും കൂടി സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ആണ് ഈ പറഞ്ഞ ഫെബ്രുവരി 7-ാം തീയതി എന്ന് പറയുന്നത്. അല്ലാതെ അത് നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യാനുള്ളതല്ല. പിന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലേക്ക് 2 സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തേത് ഈ പറഞ്ഞ പോലെ ഈ നവംബറിൽ നമ്മൾ ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം കൊടുത്ത് വെരിഫിക്കേഷൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ എല്ലാം കൊടുക്കണം. അതേപോലെ 2025 ഒക്ടോബറിലും കൊടുക്കണം. അത് കഴിഞ്ഞ് എനിക്ക് വേണം ഒക്ടോബർ, സെപ്റ്റംബർ, നവംബറിലേക്ക് വീണ്ടും അതിൻ്റെ കാര്യങ്ങൾ റെഡിയാവും. ഇത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന് മാത്രം കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്.
ഇതൊക്കെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇനി ഫ്ലൂസി വിസയുടെ കാര്യങ്ങളും പറഞ്ഞ ഏതെങ്കിലും ഒരു ഏജന്റ് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവർക്ക് ക്യാഷിന് കൊടുത്ത് ഒരിക്കലും ഒരു പെട്ട അവസ്ഥയിലേക്ക് വരരുത്. അപ്പൊ ഇതൊക്കെയാണ് എല്ലാവരോടും പറയേണ്ടത്. അപ്പോൾ ഓൾറെഡി ക്രിസ്മസ് കഴിഞ്ഞു, എങ്കിലും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ന്യൂ ഇയറിലേക്ക് നമ്മൾ കിടക്കാണ്, പുതിയ വർഷത്തിലേക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.